ഫെയർ ആൻഡ് വൈറ്റ് സ്കിൻ ഉള്ളവരോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സൊസൈറ്റി, ഡാർക്കർ സ്കിൻ ഉള്ളവരെ ഒഴിവാക്കുന്ന ഒരു സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഫെയർ സ്കിന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി പലതരം ട്രീറ്റ്മെന്റുകൾ, സാധാരണ ബ്യൂട്ടി പാർലറുകളിൽ തുടങ്ങി ഇൻസ്റ്റന്റ് വൈറ്റനിങ് ക്രീമുകൾ, അവിടെ നിന്നും ഏറ്റവും കൂടുതൽ ക്യാഷ് ഉള്ള ആൾക്കാർ തേടി പോകുന്ന ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് വരെ, ഇന്ത്യയിൽ മാത്രം $1 ബില്യൺ ബിസിനസ് നടക്കുന്ന വലിയൊരു മേഖല. ആ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്കാമുകൾ. വെളുത്ത സ്കിന്നാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞ് ബിസിനസ് നടത്തുന്ന ഈ മേഖലയിൽ നിങ്ങൾ എങ്ങനെയാണ് പറ്റിക്കപ്പെടുന്നത്? നിങ്ങൾ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഈ ഒരു സ്കിൻ വൈറ്റിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിന് കളർ കിട്ടിയതെന്നതിനെ പറ്റി അറിയണം. ആ വസ്തുവാണ്, ആ ഒരു കളറിംഗ് ഏജന്റാണ് മെലാനിൻ. നമ്മുടെ മുടികളിലും കണ്ണിലും സ്കിന്നിലുമെല്ലാം ഈ ഒരു വസ്തു കാണാനായി സാധിക്കും. ഈ ഒരു മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലായിട്ടുള്ള മെലാനോസൈറ്റ്സ് ആണ്. ഈ ഒരു മെലാനിൻ എന്ന വസ്തു നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഫംഗ്ഷൻസ് നടത്തുന്നുണ്ടെങ്കിലും ഈ ഒരു സ്കിന്നുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രധാനമായിട്ടും നമ്മുടെ സ്കിൻ ടോണിനെ തീരുമാനിക്കുന്നത് 2 തരത്തിലുള്ള മെലാനിനാണ്, യു മെലാനിനും ഫിയോ മെലാനിനും. നമ്മുടെ ശരീരത്തിന് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് പിഗ്മെന്റ് കൊടുക്കുന്നത് ഈ ഒരു യു മെലാനിൻ ആയിരിക്കും. നോർമലി ഒരു ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് യു മെലാനിൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിന് UV പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഈ ഒരു യു മെലാനിനാണ്. അതേ സ്ഥാനത്ത് അടുത്ത ഫിയോ മെലാനിൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് യെല്ലോ ടു റെഡിഷ് പിഗ്മെന്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ യു മെലാനിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഡാർക്ക് സ്കിന്നിലേക്കും, അതിനു പകരം ഫിയോ മെലാനിന്റെ അളവാണ് കൂടുതലെങ്കിൽ അതൊരു വൈറ്റർ സ്കിന്നിലേക്കും കൊണ്ടെത്തിക്കും. അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡാർക്ക് സ്കിന്നിലേക്കും, കുറച്ചാണ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അതൊരു ഫെയർ സ്കിന്നിലേക്കും കൊണ്ടെത്തിക്കും. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മെലാനിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത്? അത് ബേസിക്കലി ജെനറ്റിക്സിന്റെ ഭാഗമായിരിക്കും. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിനോ ഏത് തരത്തിലുള്ള ബോഡി ടൈപ്പാണ് ഉണ്ടായിരുന്നത്, അതിൽ മെലാനിൻ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരുന്നു, സ്കിൻ കളർ എങ്ങനെയായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്കും കളർ ലഭിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് മെലാനിനാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉണ്ടാവേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഏത് ടൈപ്പ് സ്കിൻ കളർ വേണമെന്ന് തീരുമാനിക്കുന്നതും ആ ഒരു ജെനറ്റിക്സ് തന്നെയാണ്. അതുകൂടാതെ നമ്മൾ താമസിക്കുന്ന ഏരിയയും ഇതിന് ഭാഗമായിട്ട് വരാറുണ്ട്. അതായത് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കൂടുതലായി സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സ്കിൻ ഡാർക്കർ ആവും. നോർമലി നമ്മളതിനെ ടാനിങ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് UV റേസിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മെലാനിൻ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യും. ആ മെലാനിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ സ്കിൻ കളർ ഒരു ഡാർക്കറിലേക്ക് മാറും. ഇതിനെയാണ് നമ്മൾ ടാനിങ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ടാൻ റിമൂവ് ചെയ്യാനായി നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ ടാനിങ് ഉണ്ടാവുമെങ്കിലും ഈ ഒരു ടാനിങ് നാച്ചുറലി മാറാനായി 2-3 മാസം എടുക്കാറാണ് പതിവ്. പക്ഷെ അതിനൊന്നും നമ്മൾ കാലതാമസം കൊടുക്കാറില്ല. പകരം ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ തന്നെ ടാൻ റിമൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ സൺലൈറ്റ് ഏറ്റവും കുറവ് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് താമസിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്കിൻ ഫെയർ സ്കിൻ ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് അവിടെ മെലാനിൻ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡിയിലെ മാറ്റങ്ങളും ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് മെലാനിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേരിയസ് ലെവലിലായിരിക്കും. നമ്മുടെ ബോഡിയിൽ ഓരോ കളേഴ്സും ചേഞ്ച് ആവുന്നത് നമ്മുടെ ജെനറ്റിക്സിന്റെയും നമ്മൾ റിസൈഡ് ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ച് ബോഡി അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ ഒരു നാച്ചുറൽ കണ്ടീഷനാണ് നമ്മൾ പലതരം ട്രീറ്റ്മെന്റിലൂടെയും മാറ്റാനായി നോക്കുന്നത്. അത് എക്സ്പെൻസീവ് ആയാലും ഇൻഎക്സ്പെൻസീവ് ആയാലും ബേസിക്കലി ഈ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഡാർക്കർ കളർ നൽകുന്ന യു മെലാനിന്റെ അളവ് കുറയ്ക്കുക. ആദ്യമായി നമുക്ക് ക്രീമുകളിലേക്ക് തന്നെ പോകാം. നമ്മുടെ മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രീംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ബ്രാൻഡഡും ഉണ്ട്, അൺബ്രാൻഡഡും ഉണ്ട്. ബ്രാൻഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായി ആരാണ് നിർമ്മിക്കുന്നത്, എവിടെയാണ് നിർമ്മിക്കുന്നത് തുടങ്ങിയ വിശദമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ക്രീമുകളെയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഉണ്ടായിരിക്കും, ആ ക്രീമിന് സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. ആ സർട്ടിഫിക്കേഷനെ ബേസ് ചെയ്ത് കൃത്യമായ ക്ലിനിക്കൽ ടെസ്റ്റുകളെല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും ആൾക്കാരിലേക്ക് ഉപയോഗിക്കാനായി എത്തിക്കുക. രണ്ടാമതായി ഒരു കൂട്ടുണ്ട് റീസെല്ലേഴ്സ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് റീസെല്ലേഴ്സിന് മനസ്സിലാവില്ല. കാരണം അവർക്കൊരു ബ്രാൻഡഡ് നെയിം ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ആ ക്രീം തന്നെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയോ ആളോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള റീസെല്ലിംഗ് ക്രീമുകളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഇത്തരം ഇൻസ്റ്റന്റ് വൈറ്റനിങ് ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യമാണ്. അവ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോ നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സിനോ അവർ ആവശ്യപ്പെടുന്ന പണം മാത്രം നൽകിയാൽ മതി. എന്ത് ചെയ്തിട്ടാലും ഈ ക്രീം അവർ പ്രൊമോട്ട് ചെയ്തിരിക്കും. ബ്രാൻഡഡ് ക്രീംസ് ആകുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ മീഡിയ ആയിരിക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ 2 ക്രീമുകളും മോസ്റ്റ് ഓഫ് ദി കേസസ് ഡേഞ്ചറസ് ആവാറുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഉപയോഗിക്കുന്ന 10% ക്രീമുകളിൽ വളരെ മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2026 തന്നെ UK റെഗുലേറ്റേഴ്സ് അവിടെ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പല ക്രീമുകളെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്.
അതിന് കാരണം എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ള മെർക്കുറി എക്സ്പോഷർ ഇത്തരം ക്രീമുകളിൽ ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ UK കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, UK റെഗുലേറ്റേഴ്സ്, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല. അത്തരത്തിൽ നടന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിന്റെ പേരോ ലൈസൻസോ ടെസ്റ്റ് റിസൾട്ടോ ഇല്ലാതെ ഒരു തരത്തിലുള്ള ക്രീമുകളോ സോപ്പുകളോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോട്ട് ചെയ്യില്ല. അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് ക്രീംസ് ആയാലും അതിൽ ഹസാഡസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് മീഡിയാസ് ആണ്. സെയിം ടൈം ഈ പ്രൊഡക്ട്സിന്റെ എല്ലാം അഡ്വർടൈസ്മെന്റും വരുന്നത് മീഡിയയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് ആണോ ഒരു ന്യൂസ് ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയയ്ക്ക് മുമ്പിൽ എപ്പോഴും അഡ്വർടൈസ്മെന്റ് തന്നെയായിരിക്കും വലുതായി നിൽക്കുക. അതുകൊണ്ട് അത്തരത്തിൽ വാർത്ത പുറത്തേക്ക് വരാനും യാതൊരു വിധമായ സാധ്യതയുമില്ല. സോ ഇത്തരത്തിലുള്ള സ്കിൻ ക്രീമുകൾ നിങ്ങൾ വാങ്ങുന്നത് കൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെലാനിൻ എന്ന വസ്തുവാണ് നമ്മുടെ മുഖത്തിന് കളർ കൊടുക്കുന്നത്. ഡാർക്കർ സ്കിന്നിൽ നിന്നും വൈറ്റർ സ്കിന്നിലേക്ക് മാറണമെങ്കിൽ ഒന്നുകിൽ യു മെലാനിന്റെ അളവ് കുറയണം, പകരം ഫ്യൂ മെലാനിൻ കൂടണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി സ്കിന്നിൽ നിങ്ങളുടെ മെലാനിന്റെ അളവ് കുറയണം. ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിലെ മെലാനിന്റെ അളവ് കുറയ്ക്കുകയാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് വൈറ്റനിങ് ക്രീമുകൾ ചെയ്യുന്നത്. ഇനി ഇത് വാങ്ങുന്നത് കൊണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ടും എന്താണ് കുഴപ്പമെന്നല്ലേ? ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ സക്സസ് ആവണമെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? റിപ്പീറ്റഡ് ആയി കസ്റ്റമർ വാങ്ങിക്കുകയും അതിനനുസരിച്ച് കസ്റ്റമറിന്റെ റിവ്യൂ, അതായത് ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്ന് ഞാൻ മറ്റൊരാളോട് പറയണം. അത്തരത്തിൽ റിപ്പീറ്റായി ബൈ ചെയ്യണമെങ്കിലും റിവ്യൂ വേണമെങ്കിലും എന്ത് വേണം? ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് വേണം. ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയിൽ ഈ ഒരു മെലാനിന്റെ അളവ് കുറയ്ക്കാനായി സാധിക്കുക? അതിനുവേണ്ടി കൂടുതലും ഇത്തരം കമ്പനികൾ യൂസ് ചെയ്യുന്നത് സ്റ്റെറോയിഡ്സും ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസുമാണ്. ഹൈഡ്രോക്വിനൈൻ ഇതൊരു സ്റ്റെറോയിഡാണ്. നിങ്ങളുടെ ശരീരത്തിലെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന സാധനമാണ് ഈ ഒരു ഹൈഡ്രോക്വിനൈൻ. അതുപോലെ തന്നെ മെർക്കുറി. ഈ ഒരു മെർക്കുറി നിങ്ങളുടെ ക്രീമുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ലൈറ്ററായി അല്ലെങ്കിൽ വെളുത്തതുപോലെ നിങ്ങൾക്ക് തോന്നാം. അതുപോലെ തന്നെ ക്യോജിക് ആസിഡ്, ആർബ്യൂട്ടിൻ, ഗ്ലൈക്കോയിക് ആസിഡ്, നിരവധിയായിട്ടുള്ള കെമിക്കൽസ് ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്യൂട്ടി പാർലറുകളിൽ പോകുന്ന സമയത്ത് ഫേഷ്യലിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ മുഖം ബ്ലീച്ച് ചെയ്യാറുണ്ട്. ആ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുഖത്തേക്ക് ഇടുമ്പോൾ അരോചകമായിട്ടുള്ള പല സ്മെൽ അല്ലെങ്കിൽ ഓഡേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. എന്താണ് ആ ഓഡേഴ്സ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അമോണിയയാണ്. ആ അമോണിയ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ സ്കിൻ ബ്ലീച്ച് ചെയ്യുന്നത്. ഈ ബ്ലീച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഖം വെളുത്തതായി നിങ്ങൾക്ക് തോന്നുകയും ചെയ്യാം. പ്രത്യേകിച്ച് അവർ ചിലപ്പോൾ പറയുമായിരിക്കും 2 ദിവസത്തേക്ക് വെയിലിലേക്ക് ഇറങ്ങരുത്, വെയിൽ കൊള്ളരുത് എന്നൊക്കെ. എന്തായിരിക്കും കാരണം? ഈ സ്കിൻ വൈറ്റനിങ് ക്രീമുകളിൽ നടക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെയും നടക്കുന്നത്. നിങ്ങളുടെ മുഖത്തെ അല്ലെങ്കിൽ സ്കിന്നിലെ മെലാനിന്റെ അളവ് വളരെയധികം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ കുറയ്ക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സ്കിന്നിന്റെ തിക്നെസ്സും കുറയുകയും ചെയ്യുന്നു. സാധാരണ രീതിയിൽ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടിരുന്ന നിങ്ങളുടെ സ്കിൻ സൺലൈറ്റ് കൊണ്ട് തന്നെ ഡാമേജ് ആവാൻ തുടങ്ങുന്നു. ഒരു നോർമൽ കണ്ടീഷനിൽ നിന്നും നിങ്ങളുടെ സ്കിൻ ഡാമേജ് കണ്ടീഷനിലേക്ക് മാറും. ഇനി ഈ സ്കിൻ ക്രീമുകളിൽ ഉപയോഗിക്കുന്ന ഈ ഹസാഡസ് മെറ്റീരിയൽസ് മാത്രമല്ല, ചില സ്റ്റെറോയിഡ്സും ഉണ്ട്. ഈ സ്റ്റെറോയിഡ്സ് നിങ്ങളെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസേജിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇത് റിസൾട്ട് തരുന്നത്. അതിന്റെ ഭാഗമായി വീണ്ടും നിങ്ങൾ ഇത്തരം ക്രീമുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. സപ്പോസ് ഒരു തവണ നിങ്ങളിത് നിർത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിയാക്ഷൻ നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബോഡി കണ്ടീഷനെ ഡാമേജ് ചെയ്യാതെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ഒരിക്കലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി ഈ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് മാത്രം ഇത് തീരും എന്ന് വിചാരിച്ചാൽ അവിടെയും തീരുന്നില്ല. നിങ്ങളുടെ കിഡ്നിയെയും നെർവസ് സിസ്റ്റത്തിനെയും ലിവറിനെയും എല്ലാം ഡാമേജ് ചെയ്യാനുള്ള കഴിവ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിനുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ മുഖത്തെ ബ്ലഡ് വെസൽസ് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി സ്കിന്നിന്റെ തിക്നെസ് കുറയുന്നത് കൊണ്ടാണ് അത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്കിൻ ഇറിറ്റേഷനും അലർജിയും എല്ലാം ഇതിനോടൊപ്പം തന്നെ ബോണസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനിയെങ്കിലും നിങ്ങൾ വൈറ്റനിങ് ക്രീംസോ അല്ലെങ്കിൽ ഫേസ് ക്രീംസോ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ളവ കൂടുതലായി ഉപയോഗിക്കാനായി ശ്രമിക്കുക. ആ ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങുന്ന സമയത്തും നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായിരിക്കണം. ഇത്തരം ക്രീമുകളിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓരോ ക്രീമുകളിലെയും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ടും പ്രയോജനമുണ്ട് എന്ന് തോന്നില്ല, കാരണം ഇത്ര ഇല്ലീഗൽ ആയിട്ടുള്ള കെമിക്കൽസിന്റെ പേരുകൾ അത്തരം ക്രീമുകളിൽ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ അൺബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസെല്ലേഴ്സ് കൊണ്ടുവരുന്ന ബ്രാൻഡുകൾ നിങ്ങൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ
അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിലൂടെയോ വാങ്ങുന്ന ക്രീമുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്തരം ക്രീമുകൾ എന്തൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പോലും ഈ സെല്ല് ചെയ്യുന്ന ആൾക്ക് അറിവുണ്ടാവില്ല. പലതരം വാഗ്ദാനങ്ങൾ നൽകിയാലും അതെല്ലാം വ്യാജം തന്നെയാണ്. ഇനി അടുത്തതായി ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, മോഡൽസ് ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്ന ഗ്ലൂട്ടാത്തയോൺ ട്രീം. എന്താണ് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ? എന്താണ് നമ്മുടെ സ്കിന്നിൽ ഈ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ? ആക്ച്വലി ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മുടെ ബോഡിയിലെ മിക്കവാറും സെല്ലുകളിലും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡിയിലെ സ്കിൻസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജന്റോ പൊല്യൂട്ടൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസോ സ്ട്രെസ്സോ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സെൽസുകളെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് പഴയ രീതിയിലാക്കാൻ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഗ്ലൂട്ടാത്തയോൺ എവിടെയാണ് വില്ലനായിട്ട് മാറുന്നത്? പല ആൾക്കാരും ഇപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ സ്കിന്നിന്റെ കളർ കൊടുക്കുന്നത് മെലാനിൻ ആണ്. യു മെലാനിൻ കൂടുതലുള്ളവർക്ക് ഡാർക്കർ സ്കിന്നും ഫിയോ മെലാനിൻ കൂടുതലുള്ളവർക്ക് ഫെയർ അല്ലെങ്കിൽ ലൈറ്റ് സ്കിന്നുമാണ് ഉണ്ടായിരിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൺട്രോൾഡ് ആയിട്ടുള്ള അളവിൽ മാത്രമേ ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കുള്ളൂ. ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഒരു പ്രത്യേകതയുണ്ട്. എത്രത്തോളം ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയും. മെലാനിൻ പ്രൊട്ടക്ഷൻ കുറയും എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഒരു ഡാർക്കർ കളർ കൊടുക്കുന്ന യു മെലാനിന്റെ അളവ് കുറയുകയും ഫെയർ ആൻഡ് വൈറ്റ് കളർ കൊടുക്കുന്ന ഫിയോ മെലാനിന്റെ അളവ് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ഡാർക്കറിൽ നിന്നും വൈറ്ററിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറും. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇനി എവിടെയാണ് ഇതിന്റെ പ്രശ്നം? നമ്മുടെ ശരീരത്തിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ലെവലിലാണ് ഗ്ലൂട്ടാത്തയോൺ ഉള്ളത്. അത് അൺകൺട്രോൾ ആവുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത്. നിങ്ങൾ ശരിയായ ഒരു ഡെർമറ്റോളജിനെ കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സിനുള്ള സാധ്യത വളരെ കുറയും. പക്ഷേ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന്റെ സാധ്യത മനസ്സിലാക്കി ഓരോ ജംഗ്ഷനിലും വളരെ ചീപ്പ് റേറ്റിന് ഇത്തരം ട്രീറ്റ്മെന്റ് നടത്തുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് വിട്ടാൽ പിന്നെ കാര്യം പറയുകയും വേണ്ട. ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ല എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങളുടെ മെലാനിന്റെ അളവാണ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ UV പ്രൊട്ടക്ഷനും നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരില്ല. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള അലർജിക് പ്രോബ്ലംസും ഡൈജസ്റ്റീവ് പ്രോബ്ലംസും അൺഇവൻ സ്കിൻ ടോണിന്റെ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് റെഗുലറായി വരുന്ന കാര്യങ്ങളാണ്. സപ്പോസ് നിങ്ങളൊരു ഹൈ ഡോസേജിലാണ് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലിവർ ഫെയിലിയറിലേക്കും കിഡ്നി ഫെയിലിയറിലേക്കും വരെ എത്തിക്കാം. ഇതെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ അല്ലാതെ തന്നെ നാച്ചുറലായി ചില ഫുഡ്സ് കഴിച്ചുകൊണ്ട് ഈ ഒരു ഗ്ലൂട്ടാത്തയോന്റെ അളവ് കൂട്ടാനായി സാധിക്കും. അല്ലെങ്കിൽ കൃത്യമായി ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഡ്വൈസോട് കൂടി മാത്രം ഇത്തരം ട്രീറ്റ്മെന്റുകളിലേക്ക് പോവുക. മുഖം വെളുക്കാൻ വേണ്ടി ജീവിതം നശിപ്പിക്കേണ്ട യാതൊരു വിധമായ കാര്യവും നമുക്ക് മുന്നിലില്ല. കളർ ഡിസ്ക്രിമിനേഷൻ എന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ എവിഡൻ്റായി പണ്ട് കണ്ടുവന്നിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറുത്തതാണോ വെളുത്തതാണോ എന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരിക്കലും പാരാമീറ്ററായി മാറില്ല. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരം മാറ്റാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ സ്വന്തം ജീവനും ജീവിതവും കളഞ്ഞ് അത്തരത്തിലേക്ക് പോകണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.